കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബൈബിൾ അവേഴ്സ് എന്ന പരിപാടി ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിൻ്റെ ആലോചന ധാരാളമായി നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. തുടർന്നുള്ള 3-4 ദിവസങ്ങളായി കർത്താവിൻ്റെ വിലയേറിയ പ്രവാചകനായിരുന്ന ഏലിയാവിനെ ആസ്പദമാക്കിയുള്ള ചില ചിന്തകൾ പങ്കുവെക്കുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഈ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ ഏറെ ഫലകരമായി തീരുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഏതാണ്ട് 3000 കൊല്ലങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന വളരെ ധീരനായ ഒരു പ്രവാചകനായിരുന്നു ഏലിയാവ്. ഏലിയാവിനെ സംബന്ധിച്ച് അധിക കാര്യങ്ങളൊന്നും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരിക്കുമ്പോൾ കർത്താവിന് വേണ്ടി ഏകനായി നിന്ന് ധീരമായ പെരുമാറ്റം നിർവഹിച്ച ഒരു വലിയ വ്യക്തിയായിട്ടാണ് ഈ ഏലിയാവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ബൈബിളിലെ പഴയ നിയമത്തിലെ ഏറ്റവും ഒടുവിലത്തെ അധ്യായമായ മലാക്കി പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങളിൽ ഈ ഏലിയാവിനെ കുറിച്ച് നാം വായിക്കുന്നു. യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശപഥം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. വരുവാനുള്ള കാലഘട്ടത്തിൽ മഹാപീഡനകാലത്ത് ഇസ്രായേൽ ജനത്തെ ദൈവത്തെങ്കിലേക്ക് തിരിക്കുന്നതിനു വേണ്ടി ദൈവം നിയോഗിച്ചിരുന്ന പ്രവാചകനായിട്ടാണ് ഏലിയാവിനെ മലാക്കി പ്രവാചകൻ ഉദ്ധരിക്കുന്നത്. ബൈബിളിൽ ഉടനീളം ഈ ഏലിയാ പ്രവാചകനെ കുറിച്ചുള്ള ചിന്തകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മത്തായി സുവിശേഷം 11-ാം അധ്യായം 14-ാം വാക്യത്തിൽ യോഹന്നാൻ സ്നാപകനെ പറ്റി കർത്താവ് പറയുന്നത് വരുവാനുള്ള ഏലിയാവ് ഇവൻ തന്നെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ മരണവുമായി മല്ലടിക്കുന്ന നിമിഷങ്ങളിൽ ഏലോഹി ഏലോഹി ലെമ്മ സബക്താനി എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചപ്പോൾ ചുറ്റും നിന്നവർ പറഞ്ഞ വാക്ക് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ്: അവൻ ഏലിയാവെ വിളിക്കുന്നു, വിടുവിക്കുവാൻ വരുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആ പ്രാർത്ഥനാ ശബ്ദം പോലും ഏലിയാവെ വിളിക്കുന്നു എന്ന് അവർ ശ്രദ്ധിച്ചതായിട്ടാണ് കാണുന്നത്. ദൂതൻ സക്കരിയ പ്രവാചകനോട് യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ അവൻ നടക്കും എന്ന് പറയുന്നുണ്ട്. നീ ഏലിയാവോ എന്ന് യോഹന്നാൻ സ്നാപകനോട് ചിലർ ചോദിച്ചതായിട്ട് നമുക്ക് വായിക്കുവാൻ കഴിയും. ഏലിയാവിൻ്റെ ചരിത്രത്തിലേക്ക് നാം തിരിയുമ്പോൾ യഹൂദ ജനത്തിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന ഒരു വലിയ പ്രവാചകനായിരുന്നു ഏലിയാവ്. തികച്ചും പ്രതികൂലമായ ചുറ്റുപാടിൽ ദൈവജനം ദൈവത്തിൽ നിന്ന് വളരെ അന്യപ്പെട്ട് വിഗ്രഹങ്ങളെ സേവിച്ച് മുൻപോട്ട് പോകുന്ന കാലഘട്ടത്തിൽ ഏകനായി നിന്ന് പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് വിജയകരമായി ജീവൻ നയിച്ച ഒരു വലിയ മനുഷ്യൻ. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ, പ്രതിബന്ധങ്ങൾ നേരിടുമ്പോൾ, നമുക്ക് ആരുമില്ല എന്ന് തോന്നുമ്പോൾ, ഞാൻ ഏകനാണ്, എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ചിന്തകൾ, ആകുലങ്ങൾ ഉണ്ടാകുമ്പോൾ ഏലിയാവിൻ്റെ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം നമുക്ക് വളരെ ആശ്വാസവും ധൈര്യവും പകരുന്ന ഒന്ന് തന്നെയാണ്. അന്നത്തെ സാഹചര്യം നാം ശ്രദ്ധിക്കുമ്പോൾ രാജാവ്, ഗവൺമെൻറ് എല്ലാം എതിരാണ്. ജീവൻ പോലും ഭീഷണിക്ക്, ഭീഷണി ജീവന് പോലും ഭീഷണിയുള്ള കാലഘട്ടം. എന്നിട്ടും കർത്തവ്യം നിറവേറ്റുവാൻ ഭയമില്ലാതെ മുൻപോട്ട് വന്ന ഒരു വലിയ മനുഷ്യൻ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയാകുന്നുവെന്ന് പൗലോസ് പറഞ്ഞ വാക്കുകൾ ഏലിയാവിൻ്റെ ജീവിതത്തിൽ നേരത്തെ തന്നെ വെളിപ്പെട്ടിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. തൻ്റെ കഠിനമായ അധ്വാനത്തിൻ്റെ നടുവിൽ തനിയെ ചെയ്യേണ്ടി വരുമ്പോൾ ഭയം കൂടാതെ അത് ചെയ്ത ഒരു വ്യക്തിയായ ഏലിയാവിനെ കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം തനിയെ ആയിരിക്കുന്ന ചില സാഹചര്യം ഉണ്ടായിരിക്കാം. നമ്മുടെ മുൻപിലെ ടാർഗറ്റ് വളരെ കഠിനവും ശോധനാഫലവുമായിരിക്കാം. എന്നാൽ ഈ ഘട്ടത്തിൽ വാസ്തവമായി ദൈവവുമായുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ
അത് ജീവിതത്തിൻ്റെ വലിയൊരു വിജയമായി നമുക്ക് കാണുവാനായിട്ട് ഇടയാകും. നാം ഒറ്റയ്ക്കല്ല, വലിയവനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഏലിയാവിൻ്റെ ജീവിതം അത് വിളിച്ചറിയിക്കുന്നു. ഏലിയാവിനോടുകൂടെ ആരുമില്ല എങ്കിലും ജീവനുള്ള ദൈവം തന്നോടുകൂടെ ഉണ്ട് എന്നുള്ളത് എത്രയോ ധൈര്യം നൽകുന്ന ഒരു വസ്തുതയായിരുന്നു. ഭക്തനായ സൈമൺ സാറ് തനിക്കുണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ച് കർത്താവിൻ്റെ വേലയ്ക്കായി വേർതിരിഞ്ഞപ്പോൾ തൻ്റെ മാതാവ് തന്നോട് ചോദിച്ചൊരു ചോദ്യം, നിനക്കൊരു ജോലി ഉണ്ടായിരുന്നു, അതും ഉപേക്ഷിച്ചു, നിന്റെ കാര്യം ആര് നോക്കും? ഇത്തരണത്തിൽ പതറാതെ സൈമൺ സാറ് മനോഹരമായൊരു പാട്ട് എഴുതി പ്രിയ മാതാവിനെ പാടി കേൾപ്പിച്ചതായിട്ട് ചരിത്രത്തിൽ രേഖയുണ്ട്. അതിപ്രകാരമാണ്: എൻ്റെ ഭാവിയെല്ലാം എൻ്റെ ദൈവമറിയുന്നു എന്ന് പൂർണ്ണ സമാധാനമോടെ നാൾ മുഴുവൻ പാടിയിടും ഞാൻ. തനിച്ചു ഞാൻ വെളിച്ചത്തിൽ നടപ്പതിലനുഗ്രഹം, ഇരുളില്ലൻ മഹേശനോടൊരുമിച്ചു ചരിപ്പതാം, ഇരുളില്ലൻ മഹേശനോടൊരുമിച്ചു ചരിപ്പതാം. തനിച്ച് ഞാൻ വെളിച്ചത്തിൽ നടക്കുന്നതിനേക്കാൾ ഇരുളിൽ എൻ്റെ മഹേശനോട് ഒരുമിച്ച് നടക്കുന്നതാണ് എനിക്ക് ഉത്തമം, എനിക്ക് ശ്രേഷ്ഠം എന്ന് ആ ഭക്തൻ പാടുകയുണ്ടായി. പിന്നെ ഞാൻ ഇങ്ങനെ പാടുകയാണ്: അടുത്ത ചോടറിയാതെ ഇരിപ്പതെന്തനുഗ്രഹം, തനിച്ചെന്നെ നടത്താതെ വല്ലത്തു കൈപിടിക്കും താൻ, തനിച്ചെന്നെ നടത്താതെ വല്ലത്തു കൈപിടിക്കും താൻ. തനിച്ച് ഞാൻ നടക്കുന്നതിനേക്കാൾ, അടുത്ത ചോളറിയാൻ കഴിയാതിരിക്കുന്ന നിമിഷത്തേക്കാൾ ഉത്തമമായിരിക്കുന്നത് ആ നിമിഷത്തിൽ എന്നെ കൈപിടിച്ച് നടത്തുന്ന ദൈവം. പ്രിയമുള്ളവരെ, ഏലിയാവിൻ്റെ ചരിത്രത്തിലൂടെ ഇത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഏലിയാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള പ്രതികരണം എന്തായിരിക്കും? ബാലിനെ നമസ്കരിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞോ? 2 തോണിയിൽ നിങ്ങൾ കാൽ വയ്ക്കുന്ന എന്ത് എന്ന് യഹൂദ ജനത്തോട് ചോദിച്ചിട്ട് അവർ അതിൽ നിന്ന് പിന്മാറിയോ? ആഹാബും ഇസബേലിൻ്റെയും സ്വഭാവത്തിന് മാറ്റം വന്നോ? ഹൃദയം കുറെ കൂടെ കഠിനമായതല്ലേ ഉള്ളൂ? ജനത്തിൽ കൂടുതൽ പേര് വിഗ്രഹ സേവയിലേക്ക് ഒഴിച്ചേർന്നതല്ലേ ഉള്ളൂ? വിഗ്രഹാരാധന ദേശത്ത് നിറഞ്ഞു, ദൈവിക ആരാധന ഇല്ലാതെയായി. ഏലിയാവിൻ്റെ പ്രവർത്തനം കൊണ്ട് എന്തു സാധിച്ചു? ഒരുപക്ഷെങ്കിൽ അന്നത്തെ ആളുകൾ ഏലിയാവിനോട് അത് ചോദിച്ചിരിക്കയില്ല. പക്ഷെ ഇന്ന് ജനം ചോദിക്കും. കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന ദേവദാസന്മാരോട് ഇതുപോലുള്ള 100 ചോദ്യങ്ങൾ ഒരുപക്ഷെ പുറത്തു നിന്ന് ആളുകൾ ചോദിച്ചെന്ന് വന്നേക്കാം. ചിലപ്പോൾ കൂട്ടുവിശ്വാസികൾ തന്നെ ചോദിച്ചെന്ന് വന്നേക്കാം. എത്ര പേര് രക്ഷിക്കപ്പെട്ടു? എത്ര പേര് സഭയിൽ ചേർന്നു? എത്ര സഭകൾ ആരംഭിച്ചു? നിങ്ങളുടെ പ്രയത്നമൊക്കെ വ്യർത്ഥമായിരുന്നില്ലേ? വെറുതെ അധ്വാനിച്ചതല്ലേ? ഫലം വല്ലതും കിട്ടിയോ? എന്നിത്യാദി ചോദ്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ നേർക്കുയരുമ്പോൾ ഇതിനെല്ലാം മറുപടി പറയുവാൻ നമ്മുടെ ഏലിയാവ് നമ്മോട് കൂടെയുണ്ട്. ഏലിയാവ് നമ്മോട് പറയുന്ന മറുപടി എന്താണ്? ഒരു വീരസാക്ഷിയായി, ഒരു വീര നേതാവായി കർത്താവിന് വേണ്ടി ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടുകൂടെ ചെയ്യുക. ഫലം തരുന്നത് യഹോവയാണ്. ഒരുപക്ഷെങ്കിൽ ഇന്ന് ഇവിടെ ഫലം ലഭിച്ചില്ല എന്ന് വന്നേക്കാം. ഏലിയാവിൻ്റെ ജീവിതകാലത്ത് തൻ്റെ അധ്വാന ഫലമായി ജനം മുൻപോട്ട് കടന്നു വന്നില്ല എന്നുള്ളത് സത്യമാണ്. ഇസബേല് പോലും ഏലിയാവിനെതിരായി പ്രവർത്തിക്കാൻ തയ്യാറാകുന്നു. ആഹാബ് രാജാവ് ഏലിയാവിനെതിരായി നിൽക്കുന്നു. ജനത്തിൽ ഏലിയാവിനോടൊപ്പം നിൽക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല. എന്നാൽ തലമുറകൾ കഴിയുമ്പോൾ, ഇന്നും നൂറ്റാണ്ടുകൾ പലത് കഴിഞ്ഞിട്ടും ഏലിയാവ് മനുഷ്യ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ജീവിക്കുന്ന ഒരു സാക്ഷിയായി ഏലിയാവിനെ ഓർക്കുവാൻ കഴിയും. ഫലം ഒരുപക്ഷെങ്കിൽ നിത്യതയിലെത്തുമ്പോൾ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ അധ്വാനം, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ സുവിശേഷവൽക്കരണ പരിപാടികൾ ഒരുപക്ഷെങ്കിൽ നാം കഠിനവേല അധ്വാനിക്കുമ്പോൾ കാര്യമായ ഫലങ്ങളൊന്നും നമുക്ക് ലഭിച്ചില്ല എന്ന് വന്നേക്കാം. എത്രയോ ട്രാക്റ്റുകൾ വിതരണം ചെയ്തു, എത്രയോ പ്രവർത്തനങ്ങൾ നടത്തി, കാര്യമായ ഫലമൊന്നും നമുക്ക് ലഭിച്ചില്ല. ഒരുപക്ഷെ നമുക്ക് തന്നെ നിരാശ തോന്നിയേക്കാം, നമ്മെ നിരാശപ്പെടുത്തുന്നവരുണ്ടായിരിക്കാം. പക്ഷേ നാം ഒന്നും ഭയപ്പെടുവാൻ ആവശ്യമില്ല. കർത്താവ് ഏൽപ്പിച്ചത് ചെയ്യുക. ഫലം തരുന്നത് കർത്താവായിരിക്കും. നിത്യതയായിരിക്കും ആ ഫലം വെളിപ്പെടുത്തുന്നത്. ഇത് ഏലിയാവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച അവസരം നന്നായി ഉപയോഗിക്കുക, കർത്താവിന് വേണ്ടി ഓടുക, ഇതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. ഏലിയാവ് ഒരു സാധാരണ മനുഷ്യനായിരുന്നു. ഏലിയാവിനെ കുറിച്ച് ചരിത്രം ആരംഭിക്കുന്നത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം അതിൻ്റെ 17-ാം അധ്യായത്തിലാണ്. യാക്കോബ് ലേഖനത്തിൽ ഏലിയാവ് പറയുന്നു, അവർ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു, നമ്മെ പോലെ ഒരു സാധാരണ മനുഷ്യൻ. ഏലിയാവിന്റെ ചരിത്രം 17-ാം അധ്യായത്തിൽ ഞാൻ ഇങ്ങനെ വായിക്കട്ടെ. എന്നാൽ ഗിലെയാദിലെ തിസ്ബിൽ നിന്നുള്ള തിസ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. ഏലിയാവ് പൊടുന്നനവേ പ്രത്യക്ഷമായ ഒരു രംഗമാണ് ഇവിടെ നാം ശ്രദ്ധിക്കുന്നത്. ആഹാബ് രാജാവിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ഏലിയാവ് യഹോവയായ ദൈവത്തെക്കുറിച്ച് സാക്ഷ്യം പറയുകയാണ്. ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്. ഒരു രാജാവിന്റെ മുൻപിൽ നിന്ന് ഒരു സാധാരണക്കാരൻ, തിസ്ബിയ ഒരു സാധാരണ ഗ്രാമം, ഒരു മലമ്പ്രദേശം, അവിടെ നിന്ന് വന്ന ഒരു സാധാരണ മനുഷ്യൻ വന്ന് രാജാവിന്റെ മുൻപിൽ നിന്നുകൊണ്ട്, രാജാവേ, ഞാൻ സേവിക്കുന്ന യഹോവയാണ് പറയുകയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. ഈ ധീരമായ വാക്ക് പറയുവാൻ ഏലിയാവിനെ പ്രേരിപ്പിച്ച സംഗതി എന്ത്? ഒരു പക്ഷെങ്കിൽ ഏലിയാവ് ഈ രംഗത്ത് പെട്ടെന്ന് വന്ന ഒരു വ്യക്തിയായിരിക്കയില്ല. ഈ രംഗത്ത് വരുന്നതിന് മുൻപ് ഏലിയാവിന്റെ ജീവിതത്തിൽ ദീർഘമായ ഒരു ശാന്തമായ അന്തരീക്ഷം ഉണ്ടായിരിക്കും, യാതൊരു സംശയമില്ല. ഏലിയാവ് ആഹാബിന് മുൻപിൽ വരണമെങ്കിൽ, ആഹാവുമായി സംസാരിക്കണമെങ്കിൽ അതിനുള്ള ഒരുക്കം ഏലിയാവ് അണിയറയിൽ നടന്നിട്ടുണ്ട്. തൻ്റെ രഹസ്യ ജീവിതത്തിൽ ആരും കാണാത്ത ഉൾമുറിയിൽ, ആരും അറിയാത്ത രഹസ്യ ജീവിത രംഗത്ത് ഏലിയാവ് ദീർഘനാളുകൾ കവണു വീണുകൊണ്ട് മുട്ടുമേൽ നിന്നുകൊണ്ട് തങ്ങളുടെ ജനത്തിന്റെ തകർച്ച കണ്ട്, ഇസ്രായേൽ ജനത്തിന്റെ പരാജയം കണ്ട്, അവർ വിഗ്രഹ സേവയിലേക്ക് വഴുതിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ട് നെടുവീർപ്പോടുകൂടെ ദൈവസന്നിധിയിൽ കരഞ്ഞ ശേഷമാണ് ഏലിയാവ് ഈ രാജാവിന്റെ മുൻപിലേക്ക് വന്ന് നിൽക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നാം പരസ്യരംഗത്ത് നിൽക്കണമെങ്കിൽ അതിന് മുൻപ് നമ്മുടെ ജീവിതത്തിൽ ഒരു രഹസ്യ ജീവിതം ഉണ്ടായിരിക്കണം. ആ രഹസ്യ ജീവിതത്തിന്റെ വിജയം മാത്രമേ പരസ്യരംഗത്തേക്ക് നമ്മെ നയിക്കുവാനായിട്ട് കഴിയുള്ളൂ. ഇവിടെ ഏലിയാവിന് പറയുവാനുള്ള ഒരു വാക്കുണ്ട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന എൻ്റെ യഹോവ. ഈ രാജാവും ജനവുമൊക്കെ അന്യദേവന്മാരെ നമസ്കരിച്ചു പോകുമ്പോൾ എനിക്ക് സേവിക്കുവാൻ, എനിക്ക് ആരാധിക്കുവാൻ, എനിക്ക് വിളിച്ചപേക്ഷിപ്പാൻ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായ ഒരു ദൈവം ഉണ്ട് എന്നുള്ള ചിന്ത, ആ ദൈവത്തെക്കുറിച്ച് പറയുവാൻ ഏലിയാവിന് നല്ല ധൈര്യമായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പരസ്യരംഗത്ത് നിൽക്കുവാൻ വളരെ ധൈര്യമായി നാം നിൽക്കുമ്പോൾ ഒരു കാര്യം നാം ഓർക്കണം, നമ്മുടെ രഹസ്യ ജീവിതം അതിനുവേണ്ടി എത്രമാത്രം ഒരുക്കപ്പെട്ടിട്ടുണ്ട്. ദാവീദ് ഗോലിയാത്തിന്റെ മുൻപിൽ നിന്ന് ചരിത്രം നമുക്കറിയാം. കഴിഞ്ഞ 40 ദിവസമായി ശൗലും ജനവും ഗോലിയാത്തിന്റെ ജ്യേഷ്ഠന്മാരുൾപ്പെടെ ദാവീദിന് ജ്യേഷ്ഠന്മാരുൾപ്പെടെ ഗോലിയാത്തിനെ കണ്ട് ഭയപ്പെട്ട് ഗുഹകളിലേക്ക്, അവരുടെ കൂടാരങ്ങളിലേക്ക് ഒളിച്ചപ്പോൾ ഒരു ബാലനായ ദാവീദ്, ആട്ടിടയനായ ദാവീദ് ഗോലിയാത്തിനെ ഏർപ്പെടുവാൻ തയ്യാറായി വന്നു. ശൗൽ ചോദിക്കുകയാണ്, നിനക്ക് അവനോട് യുദ്ധം ചെയ്യാൻ കഴിയുമോ? ശൗലിന്റെ മുൻപിൽ ശാന്തമായി നിന്നുകൊണ്ട് ഗോലിയാത്ത് പറഞ്ഞ സാക്ഷ്യം എന്താണ്? എൻ്റെ അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് ഞാൻ വനാന്തരങ്ങളിലായിരുന്നപ്പോൾ എൻ്റെ ആടിനെ പിടിക്കുവാൻ കരടിയും സിംഹവും ഏർപ്പെട്ടു. എന്നാൽ കരടിയെയും സിംഹത്തെയും ഒറ്റയ്ക്ക് ഏർപ്പെട്ട് അതിനെ തകർക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. കരടിയുടെയും സിംഹത്തിന്റെയും കയ്യിൽ നിന്ന് എൻ്റെ ആടിനെ രക്ഷിച്ച ആ വലിയവനായ ദൈവം എൻ്റെ കൂടെയുണ്ട്. അതാണ് ഈ ദാവീദിന് ഗോലിയാത്തിന്റെ മുൻപിൽ ലഭിച്ച ആ വലിയ ധൈര്യം. ദാനിയേലിന് ഗോലിയാത്തിന് മുൻപിൽ ലഭിച്ച വലിയ ധൈര്യം. പ്രിയമുള്ളവരെ, ദാവീദിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ രഹസ്യ ജീവിതം ഒരുപക്ഷെ ഇതാരും അറിഞ്ഞിട്ടുണ്ടാവില്ല. താൻ ആടിനെ കയ്യിൽ നിന്ന് കരടിയെ കൊന്ന് ആടിനെ രക്ഷിച്ചത്, സിംഹത്തിന്റെ കയ്യിൽ നിന്ന് ആടിനെ രക്ഷിച്ചത് ഒരു പത്രത്തിലും ഒരു മാസികയിലും രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ തൻ്റെ രഹസ്യ ജീവിതത്തിന്റെ വിജയമാണ് ദാവീദിനെ ഈ പരസ്യരംഗത്തേക്ക് ഇത്ര ശക്തിയോടുകൂടി ഗോലിയാത്തിനെ ഏർപ്പെടുവാനുള്ള ധൈര്യം അവന് ലഭിച്ചത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഏലിയാവിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, തൻ്റെ രഹസ്യ ജീവിതം എത്രയോ ശ്രേഷ്ഠമായിരുന്നിരിക്കും.
എങ്കിൽ മാത്രമേ ഈ ഏലിയാവിന് ആഹാബ് രാജാവിന് മുന്നിൽ നിൽക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇതിന്റെ പ്രവർത്തനത്തിന്റെ ആരംഭമല്ല. ഇസ്രായേലിന്റെ അവസ്ഥ വളരെ തകർന്നു കണ്ട ഏലിയാവ് ആ രംഗത്തേക്ക്, ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ഏലിയാവിനെ നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. പക്ഷെ ദൈവം ഏലിയാവിനെ ഏറെ നേരം അവിടെ നിർത്തിയില്ല. രാജകൊട്ടാരത്തിൽ വിളംബരം പ്രഖ്യാപിച്ച ഏലിയാവിനോട് പിന്നത്തേതിൽ ദൈവം പറയുന്നത് അടുത്ത വാക്കുകൾ നാം ശ്രദ്ധിക്കുന്നു. യഹോവയുടെ അരുളപ്പാട് അവനുണ്ടായെന്നാൽ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്തോട്ടിൽ ഒളിച്ചിരിക്കുക. തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം. അവിടെ നിനക്ക് ഭക്ഷണം തരുന്നതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു. രാജാവിന് മുൻപിൽ മാത്രമല്ല ഏലിയാവിനെ ദൈവം ഒരുക്കിയത്. രാജാവിനോട് സംസാരിച്ച ഏലിയാവിനെ ദൈവം അവിടെ നിന്ന് നേരെ വിട്ടത് കെരീത്തോട്ടിലേക്കാണ്. യെരൂശലേമിന് കിഴക്കുള്ള കെരീത്തോട്ടിനരികേക്ക് പോകുവാൻ ഏലിയാവിനോട് ദൈവം പറഞ്ഞു. ഏലിയാവിനൊരു മറുചോദ്യമില്ല. കെരീത്തോട്ടിൽ ചെന്നാൽ എന്ത് ആഹാരം കഴിക്കും, ആര് സംരക്ഷിക്കും, എന്തു പരിപാലനം ലഭിക്കും എന്നൊന്നും ഏലിയാവിന് ചോദ്യമില്ല. വിളിച്ച ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം ഏലിയാവിനുണ്ടായിരുന്നു. പലപ്പോഴും പരിസരരംഗത്ത് നിൽക്കുവാൻ നാം ഒക്കെ വളരെ താല്പര്യം കാണിക്കുന്നവരാണ്. 4 പേര് കാണണം, 4 പേര് അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഇവിടെ ഏലിയാവിനോട് പറയുന്നു, മതി, നീ പരസ്യമായി എന്നെ സാക്ഷിച്ചു, മതി, ഇനി നീ അല്പനാള് ഒളിച്ചിരിക്കുക. എവിടെ? കെരീത്തോട്ടിൽ. ആ തോട്ടിൽ നിന്ന് വെള്ളം ആ കാട്ടരുവിയിൽ നിന്ന് നീ വെള്ളം കുടിക്കുക. ഞാൻ കാക്കയോടും കൽപ്പിച്ചിട്ടുണ്ട്. ഏലിയാവ് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് കെരീത്തോട്ടിലേക്ക് പോവുകയാണ്. കാക്കയോട് കൽപ്പിച്ചു. ദൈവത്തിന് വേറെ എത്രയോ ജീവികളോട് കൽപ്പിക്കാമായിരുന്നു. ഒരുപക്ഷെ ഒരു പ്രാവിനോട് കൽപ്പിച്ചിരുന്നെങ്കിൽ അത് കുറെ വിശുദ്ധമായ പക്ഷിയാണ്, മാലിന്യമുള്ളതൊന്നും തിന്നുന്ന പക്ഷിയല്ല. ആ പ്രാവ് ഒരുപക്ഷെങ്കിൽ രാവിലെയോ വൈകിട്ടോ കൃത്യമായി ആഹാരം കൊടുത്തെന്ന് വന്നേക്കാം. വേറെ ഏതെങ്കിലും പക്ഷിയോട് കൽപ്പിക്കാമായിരുന്നു, ഒരു മയിലിനോട് പറയാമായിരുന്നു. പക്ഷേ ദൈവം ഏൽപ്പിച്ചത് കാക്കയോടാണ്. കാക്കയുടെ വായിൽ നിന്ന് കാക്കയാൽ പോഷിപ്പിക്കപ്പെട്ടു എന്നൊക്കെ നാം ചിന്തിക്കുമ്പോൾ അതിന് മറുവശം നാം ഓർക്കാറുണ്ടോ? കാക്കയിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുക. എല്ലാ മാലിന്യവും കൊത്തുവലിക്കുന്ന ആ കാക്കയുടെ ചുണ്ടിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവാൻ ഏലിയാവ് തയ്യാറായി. ഒരുപാട് ആഹാരമൊന്നുമില്ല. രാവിലെ അപ്പവും ഇറച്ചിയും, ഒരു ചുണ്ടിൽ ഒതുങ്ങുന്ന അപ്പവും ഇറച്ചിയും കൊത്തിയെടുത്ത് ഏലിയാവിൻ്റെ അടുക്കിലേക്ക് പറന്നേക്കുന്ന ഒരു കാക്ക. വൈകിട്ടും അത് തന്നെ. ഒരു ദിവസത്തെ ആഹാരം ഒന്നിച്ചു കൊടുക്കയില്ല. രാവിലെയും വൈകിട്ടും അപ്പോഴപ്പോൾ ആഹാരവുമായി കാക്ക ഇത് അടുത്തു വരുന്നു. ഒരിക്കലും പിന്നെ നാളെ വരുമെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത കാക്ക, അടുത്ത പ്രാവശ്യം വരുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു കാക്കയാണ് ദൈവം ഏൽപ്പിച്ചത്. എന്തുകൊണ്ട്? അവൻ കാക്കയിലല്ല ആശ്രയിക്കുന്നത്, കാക്കയല്ല അവൻ നോക്കിയിരിക്കുന്നത്. പിന്നെയോ ആ കാക്കയോട് കൽപ്പിച്ച ദൈവത്തിൻ്റെ മുഖത്തേക്ക് ഏലിയാവ് ശ്രദ്ധയോടെ നോക്കുകയാണ്. കെരീത്തോട്ടിൽ നിന്ന് അവൻ കുടിച്ചു. പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് ഏലിയാവിനെ ദൈവം കെരീത്തോട്ടിലേക്ക് അയച്ചു? ഇന്ന് വലിയൊരു സത്യം നമുക്ക് പഠിക്കുവാനുണ്ട്. ഏലിയാവിൻ്റെ ദൗത്യം തീർന്നിട്ടില്ല. രാജാവിനോട് ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് പ്രവചിച്ച ഈ ഏലിയാവിൻ്റെ ദൗത്യം തീർന്നിട്ടില്ല. ഇനിയും ഈ വിഗ്രഹസേവയിൽ ഏർപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ബാൽ വിഗ്രഹത്തെ സേവിക്കുന്ന പ്രവാചകന്മാരെയും അസേര പ്രവാചകന്മാരെയും തകർക്കേണ്ട ആവശ്യമാണ്. ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ ജീവിക്കുന്ന ഒരു ദൈവത്തെ തനിക്ക് വെളിപ്പെടുത്തണം. അതിനുവേണ്ടി കർമ്മേൽ പർവ്വതത്തിൽ ധീരമായൊരു പെരുമാറ്റം അവന് വേണ്ടി ഒരുക്കപ്പെടാൻ പോകുകയാണ്. ഈ കർമ്മേൽ പർവ്വതത്തിലെ ധീരമായ പെരുമാറ്റത്തിനു വേണ്ടി ഏലിയാവിനെ സജ്ജമാക്കുകയാണ് ദൈവം കെരീത്തോട്ടിലെ അനുഭവത്തിലൂടെ അവനെ കടത്തിവിട്ടത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആരുമറിയാത്ത രഹസ്യ ജീവിതങ്ങളിൽ, പ്രശ്നങ്ങളിലൂടെ, ഭാരങ്ങളിലൂടെ, ഞെരുക്കങ്ങളിലൂടെ നമ്മെ കടത്തിവിട്ടു എന്ന് വരാം. ഒരു പക്ഷെങ്കിൽ നാം ഏകനായിരുന്നു എന്ന് വന്നേക്കാം, തനിയായിരുന്നു എന്ന് വന്നേക്കാം, കെരീത്തോട്ടിൻ്റെ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ കടത്തിവിട്ടെന്ന് വന്നേക്കാം. എന്നാൽ നമുക്ക് ചില ദൗത്യം നിറവേറ്റുവാനുണ്ട്. അത് ഏലിയാവിലൂടെ നിറവേറ്റുവാൻ ദൈവം തയ്യാറായ രംഗമാണ് ഇവിടെ നാം വായിക്കുന്നത്. ഗിലെയാദിലെ തിസ്ബിനുള്ള ഏലിയാവ് കെരീത്തോട്ടിലേക്ക് ഇതാ മാറിയിരിക്കുകയാണ്. രാജാവിൻ്റെ മുഖത്ത് നോക്കി ലജ്ജ കൂടാതെ
പതറാതെ ധൈര്യമായി ജീവനുള്ള ദൈവത്തെ സാക്ഷിച്ച ഏലിയാവ് ദാ കെരീത്തോട്ടിൽ ഒളിച്ചിരിക്കുകയോ? അരമനയിൽ പ്രത്യക്ഷപ്പെട്ടവൻ കെരീത്തോട്ടിൽ ഒളിച്ചിരിക്കുക. പരശുശ്രൂഷ കഴിഞ്ഞവൻ ഇതാ ഒളിച്ചിരിക്കുവാൻ. ദൈവദാസന്മാർ പൂർണ്ണമായി ദൈവീക കൽപ്പന അനുസരിക്കുവാൻ ബാധ്യസ്ഥനാണ്. പുറത്തു വരാൻ പറയുമ്പോൾ ഒളിച്ചിരിക്കുകയും ഒളിച്ചിരിക്കാൻ പറയുമ്പോൾ പുറത്തു വരികയും ചെയ്യുന്ന പ്രകൃതമാണ് ഇന്ന് അനേകർക്കുള്ളത്. നമ്മിലേക്ക് തിരിഞ്ഞു ചിന്തിക്കുക. ദൈവം നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷകളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ സ്വന്തമായ ശുശ്രൂഷകൾക്കായി, നമ്മുടെ സ്വന്തമായ താല്പര്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും ഇറങ്ങി പുറപ്പെടുന്നവരായി നാം തീരാറില്ലേ? എന്നാൽ സ്വർഗത്തിലെ ദൈവം എന്ത് കൽപ്പിക്കുന്നു അത് ചെയ്യുവാനുള്ള വലിയ ബാധ്യത ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് നിർവഹിപ്പാനായിട്ട് ഇടയാകട്ടെ. കെരീത്തോട്ടിൽ കാക്ക വന്ന് ആഹാരം കൊടുത്തുകൊണ്ടിരുന്നു. അവിടെ നാം ശ്രദ്ധിക്കുന്നത്, തുടർന്ന് വായിക്കുമ്പോൾ കെരീത്തോട് വറ്റി, കാക്കയുടെ വരവും നിന്നു. പതിവ് പോലെ വന്നുകൊണ്ടിരുന്ന കാക്ക ഒരു ദിവസം വൈകിട്ട് ആഹാരമായി വരുന്നു. അതുകൂടെ വാങ്ങിച്ചു ഭക്ഷിച്ചു. കെരീത്തോട്ടിലെ വെള്ളം കുടിച്ചു. രാത്രി കിടന്നുറങ്ങി. നേരം വെളുത്തപ്പോൾ ഏലിയാവിന് കാണുവാൻ കഴിഞ്ഞത് കെരീത്തോട്ടിൽ ഇനിയും വെള്ളമില്ല. മാത്രമല്ല, തക്ക സമയത്ത് വന്നുകൊണ്ടിരുന്ന കാക്ക ഇവിടെ വരുന്നില്ല. ഏലിയാവ് പതറിയില്ല, ക്ഷീണിച്ചില്ല. ഞാനിങ്ങനെ പറയട്ടെ, കെരീത്തോട് വറ്റും, കാക്കയുടെ വരവും നിൽക്കും. ദൈവത്തിൻ്റെ കൃപയോ ഒരു കാലത്തും വറ്റിപ്പോകുന്നതല്ല. കെരീത്തോട് വറ്റിയാൽ ദൈവം ഏലിയാവിന് വേണ്ടി വേറൊന്ന് ഒരുക്കിയിട്ടുണ്ട്. അതെവിടെയാണ്? സാരെഫാത്തിലേക്ക്. ദൈവം ഏലിയാവിനോട് പറഞ്ഞു, നീ എഴുന്നേൽക്കുക, സാരെഫാത്തിലേക്ക് പോകുക. അവിടെ നിന്നെ പോറ്റേണ്ടതിന് ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. വിധവമാർ മറ്റുള്ളവർ സഹായം അർഹിക്കുന്നവരാണ്. ദേശത്തെല്ലാം ക്ഷാമം പെരുകിയിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ വിധവയും ക്ഷാമത്തിൻ്റെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. ഈ കെരീത്തോട്ടിൽ നിന്ന് സാരെഫാത്തിലേക്ക് ഏകദേശം 50 മൈൽ ദൂരമുണ്ട്. ഇത്രയും ദൂരം ഏലിയാവ് നടന്ന് സാരെഫാത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നടന്ന് നടന്ന് വാടിത്തളർന്ന് ക്ഷീണിച്ച ഏലിയാവ് സാരെഫാത്തിൽ വിധവയുടെ അടുക്കലേക്ക്, ഒരു വിധവ വഴിയരികിൽ അല്പം വിറവ് പറക്കിക്കൊണ്ടിരിക്കുന്നു. ബാലനും ഒപ്പമുണ്ട്. അവളെ കണ്ടപ്പോൾ ഏലിയാവ് അവളോട് അല്പം വെള്ളം ചോദിക്കുന്നു. അല്പം വെള്ളം എനിക്ക് തരുമോ? അവൾ വെള്ളമെടുക്കാനായിട്ട് അവളുടെ കൂടാരത്തിലേക്ക് മടങ്ങുമ്പോൾ ഏലിയാവ് വിളിച്ചു പറഞ്ഞു, ഒരു കഷണം അപ്പവും. അവൾ തിരിഞ്ഞ് ഏലിയാവിനോട് പറയുകയാണ്, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും അല്ലാതെ വേറൊന്നും ഞങ്ങൾക്കില്ല. ഇതുകൊണ്ട് 2 അടയുണ്ടാക്കി ഞാനും മകനും ഭക്ഷിച്ച് പിന്നെ ജീവിതം അവസാനമാണ്. ഞങ്ങളുടെ യാത്ര, ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഒടുവിലത്തെ ആഹാരമാണിത്. ഇനിയും കഴിക്കുവാൻ ഒന്നും ഞങ്ങൾക്കില്ല. വാങ്ങുവാൻ സാധനം കിട്ടില്ല, വാങ്ങുവാൻ പണവുമില്ല. ഇത് ഞങ്ങൾ ഏറ്റവും ഒടുവിലത്തെ ആഹാരമാണ്. ജീവിതത്തിൻ്റെ ഏറ്റവും ക്ഷീണമേറിയ ഘട്ടത്തിൽ അവിടെയാണ് ദൈവം ഏലിയാവിനെ അയച്ചിരിക്കുന്നത്. നോക്കുക, ദൈവത്തിൻ്റെ വിചിത്രമായ പരിപാടി. കെരീത്തോട്ടിൽ നിന്ന് നേരെ പോയത് ഇത്ര ദാരുണമായ സ്ഥിതിയിൽ കഴിയുന്ന ഒരു വ്യക്തിയുടെ അടുക്കിലേക്കാണ്. നാം ഇങ്ങനെ വായിക്കുന്നു, ഇസ്രായേലിൽ വിധവമാരില്ലാഞ്ഞിട്ടോ അവനെ കെരീത്തിലേക്ക് അയച്ചത്. ഇസ്രായേലിൽ വിധവമാരില്ലാഞ്ഞിട്ടോ സാരെഫാത്തിലേക്ക് ഏലിയാവിനെ അയക്കുവാൻ കാരണം. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 25-26 വാക്കിൽ നാം ശ്രദ്ധിക്കുന്നു. എന്തുകൊണ്ടാണ് ദൈവം ഏലിയാവിനെ സാരെഫാത്തിലേക്ക് അയച്ചത്? ഇവിടെ നാം വായിക്കുന്നുണ്ട്, ആഹാബ് രാജാവിൻ്റെ ഭാര്യയായ ഇസബേൽ സാരെഫാത്തുകാരിയാണ്. 16-ാം അധ്യായം അതിന് 31-ാം വാക്യത്തിൽ വായിക്കുന്നു, നെബാത്തിന്റെ മകനായ യെരോബിയാമിന്റെ വഴികൾ പാപങ്ങളിൽ നടക്കുന്നത് പോരാ എന്ന് തോന്നുമാറ് അവൻ സീദോന്റെ രാജാവായ യത്ബാലിന്റെ മകളായ ഇസബേലിനെ ഭാര്യയായി പരിഗ്രഹിച്ചു. സീദോന്റെ രാജാവായ യത്ബാലിന്റെ മകളായ ഇസബേലിനെ ആഹാബ് രാജാവ് ഭാര്യയായി സ്വീകരിച്ചു. ഇസ്രായേലിലേക്ക് വിഗ്രഹ സേവ വന്നത്, ഇസ്രായേലിലേക്ക് ബാൽ വിഗ്രഹങ്ങൾ വളർന്നു വന്നത്, ഇവിടെ വിഗ്രഹ സേവ വർദ്ധിച്ചത്, അവർക്ക് വിഗ്രഹ സേവയ്ക്ക് വേണ്ടി യാഗപീഠം ഒരുക്കുവാൻ വഴി തുറന്നത് ഈ ഇസബേൽ മുഖാന്തരമാണ്. അതുകൊണ്ടാണ് ദൈവം ഏലിയാവിനെ ഇസബേലിന്റെ നാട്ടിലേക്ക് വിട്ടത്. എന്തിനു വേണ്ടി? ഈ ബാൽ വിഗ്രഹത്തെ സേവിക്കുന്ന പ്രവാചകന്മാരെ തകർക്കുവാൻ. ദൈവത്തിന്റെ കാര്യപരിപാടി എത്ര അത്ഭുതകരമാണ്! ഈ ഇസബേലിന്റെ നാട്ടിലേക്ക് ഏലിയാവിനെ അയച്ചു.
അല്ലാതെ ഇസ്രായേലിൽ വിധവമാരില്ലാഞ്ഞിട്ടല്ല, ഇസ്രായേൽ വേറൊരു വീട്ടിൽ ഏലിയാവിനെ പോറ്റുവാൻ മാർഗമില്ലാഞ്ഞിട്ടല്ല. ദൈവത്തിന്റെ വഴികൾ പലതാണ്. എങ്കിലും സാരെഫാത്തിലേക്ക് അയച്ചതിന്റെ ദൈവത്തിന്റെ ഉദ്ദേശം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. അവൾ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക. ഒരു നേരത്തെ ആഹാരത്തിന്റെ വഴി മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ജീവിതം തകർന്നു. പക്ഷേ ദൈവം അവിടെയാണ് പ്രവർത്തിക്കുന്നത്. മനുഷ്യന്റെ പ്രവർത്തനം എല്ലാ ശക്തിയും അവസാനിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുവാനായി തുടങ്ങി. നമുക്കറിയാം, തണ്ടു വലിച്ചു വലഞ്ഞ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് 4-ാം യാമത്തിൽ മുങ്ങുമെന്ന് തോന്നുന്ന സന്ദർഭത്തിലാണ് വലിയവനായ കർത്താവ് കടലിന്റെ മീതെ നടന്ന് അവരുടെ അടുക്കിലേക്ക് അടുക്കുന്നത്. മരിച്ചു നാറ്റം വെച്ച ലാസറിന്റെ കല്ലറയ്ക്കിലേക്ക് യേശു കർത്താവ് കടന്നു ചെല്ലുന്നത് തികച്ചും നിരാശാജനകമായ സ്ഥാനത്താണ്. ഇനിയും സാധ്യമല്ല എന്ന് തോന്നുമ്പോൾ കർത്താവ് പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങും. അങ്ങനെയുള്ള വ്യക്തിയാണ്, അങ്ങനെയുള്ള വീടാണ് സാരെഫാത്തിലെ വിധവയുടെ ഭവനം. ഏലിയാവ് പറയുന്നു, ഞാൻ പറഞ്ഞ പോലെ നീ ചെയ്യുക. ആദ്യം ഒരട എനിക്കുണ്ടാക്കിക്കൊണ്ട് തരിക, എന്നിട്ട് പിന്നെ നീ കഴിക്കുക. നാം വായിക്കുന്നു, അവൾ ഒരട ഉണ്ടാക്കി ഏലിയാവിന് കൊടുത്തു. അവളുടെ തുരുത്തിയിലെ എണ്ണ തീർന്നില്ല. അവളുടെ കലത്തിലെ മാവ് ദേശത്തും മഴ പെയ്ത് ധാന്യം വിളയുന്നതുവരെ ദീർഘനാൾ. നാം വായിക്കുന്നു, അവളും അവൾക്കുള്ളവളും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു. ഞാനിങ്ങനെ ചോദിക്കട്ടെ, അവളുടെ വകയായി, സാരെഫാത്തിലെ വിധവയുടെ വകയായി ഏലിയാവ് എത്ര നേരത്തെ ആഹാരം കഴിച്ചു കാണും? കേവലം ഒരു നേരത്തെ ആഹാരമേ കഴിച്ചുള്ളൂ. പിന്നെ ഏറിയ നാൾ അവളും അവൾക്കുള്ളവരും ആഹാരം കഴിച്ചത് എവിടെ നിന്നാണ്? ഏലിയാവിൻ്റെ ദൈവത്തിൽ നിന്നാണ് എന്നിവിടെ പഠിക്കുവാൻ നമുക്ക് കഴിയും. മുന്നമേ ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ. ദൈവത്തിന് കൊടുക്കേണ്ടത് നാം കൊടുക്കുക. ദൈവം നമ്മെ കരുതുന്ന ദൈവമാണ്. ഈ ഇസബേലിന്റെ നാട്ടിലേക്ക് ദൈവം ഏലിയാവിനെ അയച്ചു. ഈ സംഭവം ഓർക്കുമ്പോൾ ഞാൻ മോശയുടെ ചരിത്രം പെട്ടെന്ന് ഓർക്കുകയാണ്. ഇസ്രായേൽ ജനത്തെ ബുദ്ധിമുട്ടിക്കുന്ന, ഇസ്രായേൽ ജനത്തെ പീഡിപ്പിക്കുന്ന ഫറവോനെയും സൈന്യത്തെയും തകർക്കുവാൻ ദൈവം മോശയെ ഉപയോഗിക്കുന്നു. ആ മോശ വളർന്നു എവിടെയാണ്? ഫറവോ രാജാവിൻ്റെ കൊട്ടാരത്തിൽ. പോരാ, ഫറവോ രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ശമ്പളം കൊടുത്താണ് മോശയുടെ അമ്മയ്ക്ക് ശമ്പളം കൊടുത്താണ് മോശയെ വളർത്തുന്നത്. ദൈവത്തിൻ്റെ കാര്യപരിപാടി എത്രയോ ശ്രേഷ്ഠമാണ്, എത്രയോ മഹത്തരമാണ് ഇവിടെ നമുക്ക് ഓർക്കുവാൻ കഴിയും. മനുഷ്യന്റെ എല്ലാ വഴികളും അടയുമ്പോൾ തുറക്കുന്ന വഴികൾ നമുക്കായി ദൈവം ഒരുക്കുന്നു. 4-ാം യാമത്തിൽ നമ്മുടെ മധ്യേ കടന്നു വരുന്ന വലിയവനായ ദൈവം, ആ സാരെഫാത്തിൽ ദൈവത്തിന്റെ കരുതൽ അത്ഭുതകരമായി നമുക്ക് ഓർക്കുവാനായി കഴിയും. ഏലിയാവിന്റെ ചരിത്രത്തിൽ നിന്ന് ദീർഘമായ അനേക സത്യങ്ങൾ നമുക്കിവിടെ പഠിക്കുവാനായിട്ട് സാധിക്കും. തികച്ചും പ്രതികൂലമായ ചുറ്റുപാടിൽ, ആരും തൻ്റെ കൂടെ ഇല്ലാത്ത സന്ദർഭത്തിൽ, ദേശത്തെല്ലാവരും വിഗ്രഹ സേവയിൽ ഏർപ്പെടുമ്പോൾ കേവലം 7000 പേർ മാത്രമാണ് ബാലിന്റെ മുൻപിൽ വണങ്ങാത്തത്. ആ 7000 പേരിൽ തന്നെ രംഗത്ത് ധൈര്യമായി നിൽക്കുവാൻ ഏലിയാവല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ചുറ്റുപാടുമെല്ലാം പ്രതികൂലമായിരിക്കുമ്പോൾ താൻ ഏകനായി നിന്ന് ദൈവിക കൽപ്പന അനുസരിച്ച് ദൈവത്തിനു വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുവാൻ ഉപയോഗിച്ച ഒരു ധീരനായ മനുഷ്യൻ. ആ രാജാവിൻ്റെ മുൻപിൽ ധീരതയോടെ നിന്ന ഏലിയാവ്, കെരീത്തോട്ടിൽ പിറുപിറുക്കാതെ സത്യസന്ധമായി ദൈവിക കൽപ്പന അനുസരിച്ച ആ ഏലിയാവ് ഇതാ സാരെഫാത്തിലും ഒരു വലിയ വസ്തുത മനസ്സിലാക്കണം. സാരെഫാത്തിലെ വിധവയുടെ വാക്ക് നിന്റെ ദൈവമായ യഹോവ എന്നാണ് അവൾ അന്ന് പറയുന്നത്. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾക്കും പറയുവാൻ കഴിയും, ഈ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. പ്രിയമുള്ളവരെ, നാം ഏത് സ്ഥാനത്ത് ജീവിച്ചാലും, ഏത് ഓഫീസിൽ നാം പ്രവർത്തിച്ചാലും, ഏത് സ്ഥാപനത്തിൽ നാം പ്രവർത്തിച്ചാലും, നമ്മുടെ കൂടെ ജീവിക്കുന്ന, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും വലിയൊരു സത്യം നമ്മിൽ നിന്ന് ഉൾക്കൊള്ളണം. നാം സേവിക്കുന്ന വലിയവനായ ദൈവത്തിൻ്റെ മഹത്വം, ആ വലിയ മഹത്വം നമ്മിൽ നിന്ന് വെളിപ്പെടുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ പോരാട്ട നിമിഷങ്ങളിൽ നമ്മെ സഹായിക്കുന്ന, നമ്മെ കൈപിടിച്ച് നടത്തുന്ന ആ വലിയവനായ ദൈവത്തിൻ്റെ മഹത്വം സാരെഫാത്തിലുള്ളവർ അറിഞ്ഞു. ഒരു പക്ഷെങ്കിൽ ദേശത്തെങ്ങും ധാന്യമില്ലാതെ വിഷമിക്കുന്ന സന്ദർഭത്തിൽ ഈ സാരെഫാത്തിലെ ഈ വിധവയുടെ ഭവനത്തിൽ ധാരാളം ധാന്യമുണ്ട് എന്നറിഞ്ഞ് ബന്ധുക്കളും ചാർച്ചക്കാരും ഒക്കെ അവിടെ തീർച്ചയായും എത്തിയിരിക്കും. നാം വായിക്കുന്നു, അവളും അവൾക്കുള്ളവരും ഏറിയ നാള് അഹോവൃത്തി കഴിക്കുവാൻ അത് മുഖാന്തരമായി തീർന്നു. ഏലിയാവിൻ്റെ ദൈവം, ദൈവത്തിൻ്റെ ദാസനായ ഏലിയാവ്, ദൈവത്തിൻ്റെ മനുഷ്യനായ ഏലിയാവ് ഇന്ന് ഈ രാവിലെ സമയം നമ്മുടെ ജീവിതത്തിൽ
ഈ പകൽക്കാലം ഏലിയാവിന്റെ ചരിത്രത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ, നമ്മെ തന്നെ ഒന്നുകൂടെ സമർപ്പിക്കുവാൻ, നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ ഇടവരുമെങ്കിൽ എത്രയോ ധന്യമായിരുന്നു. നമ്മുടെ രഹസ്യ ജീവിതത്തിൻ്റെ വിജയമാണ് പരസ്യരംഗത്ത് നമ്മെ ഉപയോഗിക്കുവാനായിട്ട് കഴിയുന്നത്. ആരും അറിയാത്ത ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിൽ വിജയിച്ചെങ്കിൽ മാത്രമേ പരസ്യരംഗത്ത് കർത്താവിന് നല്ല സാക്ഷിയായി നിൽക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഈ ചിന്തകളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദൂത് കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഏലിയാവിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് സമസ്വഭാവമുള്ള ഏലിയാവ് നമ്മുടെ ജീവിതത്തിൽ നൽകിത്തരുന്ന നല്ല ദൂത് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് വിജയരായി മുന്നോട്ട് പോകുവാൻ നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധ പിതാവാം ദൈവമേ, ഈ ശുശ്രൂഷയെ അവിടുന്ന് ആദരിക്കണമേ. അനേകരി വചനം കേൾക്കുമ്പോൾ അതിലൂടെ ദൈവിക സത്യങ്ങൾ ഉൾക്കൊള്ളുവാനിടയാക്കണമേ. വഷളത്വം നിറഞ്ഞ ലോകത്തിൽ ജീവിക്കുന്ന ചുരുക്കം ചില